യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. നമുക്ക് പ്രാരംഭമായി മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിന് 22 മുതൽ 27 വരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മർക്കോസ് 1:22 മുതൽ 27 വരെ. അവന്റെ ഉപദേശത്തിങ്കൽ അവർ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചു. ഒരു നിമിഷം നിൽക്കണേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മെസ്സേജ് കേട്ടവരുണ്ട്. അവരോട് ഞാൻ ദൈവനാമത്തിൽ പറയട്ടെ. നമ്മൾ കോട്ടയം പറ്റി നമ്മൾ ഈ ഒരാഴ്ചക്കാലമായി നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഡീമനോളജി എന്ന് പറയുന്ന ഒരു വിഷയമായിരുന്നു. അദർശമണ്ഡലത്തിൽ വ്യാപരിക്കപ്പെടുന്ന ദുഷ്ടാത്മ ശക്തികൾ, അവയെ കാസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത് എപ്രകാരം, അല്ലെങ്കിൽ അവയെ ശാസിച്ച് പുറത്താക്കേണ്ടത് എപ്രകാരം എന്നുള്ള വിവിധ വിഷയങ്ങൾ നമ്മൾ ഒരാഴ്ചക്കാലം കോട്ടേജ് മീറ്റിങ്ങുകളിൽ പഠിക്കുകയുണ്ടായി. അപ്പോൾ ആ മീറ്റിങ്ങിൽ വന്നിട്ടുള്ളവർക്ക് ഈ വാക്യം പരിചിതമാണ്. ഈ ഒരു ഭാഗം ഞാൻ കഴിഞ്ഞ ദിവസം നിർത്തിയ ഭാഗത്തിൽ നിന്ന് എടുക്കുകയാണ്. ഇന്നത്തെ വിഷയം അതല്ല. എന്നിരുന്നാലും നിങ്ങൾ ശ്രദ്ധയോടെ ആയിരിക്കും. മറ്റൊരു വിഷയത്തിലേക്കാണ് കടക്കുവാൻ ആഗ്രഹിക്കുന്നത്. യേശു കർത്താവ് പള്ളിയിൽ വന്ന് ഉപദേശിച്ചപ്പോൾ അവന്റെ ഉപദേശം കേട്ടവർ വിസ്മയിച്ചു. ഇവൻ ശുശ്രൂഷിക്കുന്നത്, ഉപദേശിക്കുന്നത് എങ്ങനെയാണ്? അധികാരമുള്ളവനായിട്ടാണ് ശുശ്രൂഷിക്കുന്നത്. ഇവന്റെ വാക്കുകളിൽ ഒരധികാരം വെളിപ്പെടുന്നു. നമ്മുടെ പുരോഹിതന്മാർ, നമ്മുടെ റബ്ബിനിമാർ, നമ്മുടെ ശാസ്ത്രിമാർ പറയുന്നത് പോലെയല്ല ഇവൻ സംസാരിക്കുന്നത്. ഇവന്റെ സംസാരത്തിനകത്ത് ഒരു അധികാരം വെളിപ്പെടുന്നു. ഒരു ശുശ്രൂഷയിൽ നിന്നും പുറപ്പെടേണ്ടതാണ് അധികാരം. രാമീൻ പറഞ്ഞു. വായിച്ചാട്ടെ. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ളവനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആരാധനകളും പ്രാർത്ഥനയൊക്കെ നടക്കുന്ന ഒരു സ്ഥലം. അതെന്തേലും ആയിക്കോട്ടെ. യഹൂദന്മാരുടെ ഒരു കൂട്ടം. അതിനകത്ത് ആരിപ്പുണ്ട്? അശുദ്ധാത്മാവുള്ള ഒരു ഇരിപ്പുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ അതിനകത്തുണ്ട്. ഓക്കെ, വായിച്ചു. അവൻ നിലവിളിച്ചു, എന്തോ അശുദ്ധാത്മാവുള്ളവൻ അനങ്ങാതെ എല്ലാ ആഴ്ചയും അനങ്ങാതിരുന്ന എല്ലാ കാര്യങ്ങളും കേട്ടിട്ട് പോകുന്നവൻ. പക്ഷേ യേശു വന്നപ്പോൾ, യേശു കർത്താവ് വന്നപ്പോൾ, യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ അധികാരം വെളിപ്പെട്ടപ്പോൾ അവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ ആർക്കും പിടികിട്ടി. അവിടുത്തെ യഹൂദന്മാർക്ക് പിടികിട്ടാത്തത്, അവർ സാധാരണ വിശ്വാസികളായ യഹൂദന്മാർക്ക് പിടികിട്ടാത്തത് അശുദ്ധാത്മാവുള്ള യഹൂദന് പിടികിട്ടി. കാരണം ആ വ്യക്തിയല്ല പിടികിട്ടി, അവന്റെ അകത്തിരിക്കുന്ന ആത്മാവിനത്ര പിടികിട്ടിയത്. അവൻ വിളിച്ചു പറയുകയാണ്, നസ്രയനായ യേശുവേ, ഞങ്ങൾക്ക് നിനക്കും തമ്മിൽ എന്ത്? നീ വന്നത് ഞങ്ങളെ നശിപ്പിക്കുവാനാണോ? കേട്ടോ. അവിടെ ഇരിക്കുന്ന ആ പള്ളിയിൽ ഇരിക്കുന്നവർക്ക് യേശു ആരെന്ന് അറിയത്തില്ല. പക്ഷേ ദുരാത്മാവ് ബാധിച്ചവൻ പറയുന്നു, അശുദ്ധാത്മാവ് ബാധിച്ചവൻ പറയുന്നു, നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. ഇതുകൊണ്ടാണ് ചില മീറ്റിങ്ങുകളും പ്രാർത്ഥനകളൊക്കെ കൊണ്ട് ചില ഏറികളിൽ വെക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, പരസ്യമായി ഞാൻ ഈ പരസ്യയോഗവും ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നവരെ ഒത്തിരി മാനിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ശുശ്രൂഷിക്കുന്ന ചില പലയിടത്തും ഞാൻ കാണാറുണ്ട്. അങ്ങനെ റോഡ് സൈഡിലൊക്കെ ശുശ്രൂഷിക്കുന്നവരെ ഓടി വന്ന് തെള്ളിയിടുന്നു, അവരുടെ മൈക്ക് പിടിച്ച് വലിച്ചു പറിക്കുന്നു, അവരെ ഇരിക്കുന്ന ലഘുലേഖകൾ വലിച്ചു കീറിക്കളയുന്നു. ഇവരാർക്കെങ്കിലും എന്തെങ്കിലും ദ്രോഹം സൈഡിൽ നിന്ന് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? വലിയ സ്പീക്കറുകളും ഒക്കെ വെച്ച് പിള്ളേരുടെ പരീക്ഷാ സമയത്ത് പോലും ദേശം മുഴുവൻ ഓരോ തൂണില് ഓരോ പോസ്റ്റൽ ഓരോന്ന് വെച്ച് പരിപാടി നടത്തുന്നില്ല ചില മതവും വിശ്വാസങ്ങളും ഒക്കെ. അന്നേരം ഉണ്ടാകാത്ത ഇറിറ്റേഷൻ, അന്നേരം ഉണ്ടാകാത്ത അസ്വസ്ഥത, വഴിത്തലയ്ക്കൽ ഒരു പബ്ലിക് ഒരു പൊതുസ്ഥലത്ത് നിന്ന് ഒരു മനുഷ്യൻ 50 വാട്സിന്റെ അല്ലെങ്കിൽ 100 വാട്സിന്റെ മൈക്ക് വെച്ച് അവിടെ നിന്ന് യേശു നിങ്ങളെ വിടുവിക്കും, മദ്യപാനത്തിനും മറ്റു ദുശീലങ്ങൾക്ക് അടിമകളായ വ്യക്തികളെ നിങ്ങളെ ദൈവം വിടുവിക്കും, നിങ്ങൾക്ക് അതിനകത്ത് മോചനം ഉണ്ടാകും എന്ന് വിളിച്ചു പറയുമ്പോൾ പെട്ടെന്ന് അസ്വസ്ഥരായി അങ്ങോട്ട് വന്ന് ദൈവദാസനെ പിടിച്ച് തള്ളി ആരായിരിക്കുന്ന ലഘുലയം വലിച്ചു കയറി ഇനി ഏറി കണ്ടേക്കലെന്ന് പറയാൻ കാരണം എന്താ?
അവന്റെ അകത്ത്, ഈ ചെയ്തവരുടെ അകത്ത് വ്യാപരിക്കപ്പെട്ട ശക്തിക്ക് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ അസ്വസ്ഥതയുണ്ടാകും. ശ്രദ്ധിച്ചു കേൾക്കണേ, വളരെ ശ്രദ്ധിച്ചു കേൾക്കണേ. ഹല്ലേലൂയ. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ അസ്വസ്ഥതയുണ്ടാകും. കാരണം അവർക്കറിയാം ഈ പറയുന്ന ആരെക്കുറിച്ച് പറയുന്നു, ആ പറയുന്ന ആളെക്കുറിച്ച് ഒരാശയം ആരെങ്കിലും അകത്ത് കയറിയാൽ അവർ മാറും. അനേകം പേർ മദ്യപാനികളായ അനേകം പേരെ അതിൽ നിന്ന് മോചിപ്പിച്ച, ക്രിമിനൽ സ്വഭാവമുള്ളവരെ അതിൽ നിന്ന് വിടുവിച്ച, ദുശ്ശീലങ്ങൾ കടിമകളായവരെ അതിൽ നിന്ന് വിടുതൽ കൊടുത്ത യേശു ക്രിസ്തുവിന്റെ നാമം ഒരു ദേശത്ത് ഉപയോഗിക്കപ്പെട്ടാൽ ആ ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ ഇല്ലാതായി മാറുമെന്ന് അവിടെ ഉള്ള ചില ആധിപത്യങ്ങൾക്ക് അറിയാം. മനസ്സിലാകുന്നുണ്ടോ? ചില സാധനങ്ങളൊക്കെ ദേശത്തുണ്ടായാലേ നമുക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന്. എനിക്ക് വേണ്ടി, എന്റെ സംവിധാനങ്ങൾക്ക് വേണ്ടി വാളും വടിയെടുക്കാനും സമരം ചെയ്യാനും അടിയുണ്ടാക്കാനും വീട്ടിൽ കയറി ആക്രമിക്കാനും ഒക്കെ ആളുണ്ടെങ്കിലല്ലേ എന്റെ സംവിധാനങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. വീണ്ടും വിവേകത്തോടെ, വിചാരത്തോടെ, ഞാൻ ഈ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, ആര് എന്നോട് ആഹ്വാനം ചെയ്തു, ആ വ്യക്തി എവിടെ ഇരുന്നുകൊണ്ടാണ് ഈ ആഹ്വാനം ചെയ്തത്, ഇതൊക്കെ ചിന്തിക്കുവാൻ വിവേകം നഷ്ടപ്പെട്ടവർക്ക് കഴിയത്തില്ല. അപ്പോൾ വിവേകമുള്ളവരെന്ത് ചെയ്യും? പിന്നെ ഈ പണിക്ക് പോത്തു. അപ്പം ഒരു ജനത്തെ അടിമത്തത്തിൽ നിർത്തുവാൻ കൊതിക്കുന്നവരെന്ത് ചെയ്യും? അതുകൊണ്ടാണ് ചില വിശ്വാസങ്ങളോടും ചിന്തകളോടും ചില സംവിധാനങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്നത്. വഴിത്തലയ്ക്ക് ശുശ്രൂഷിക്കുന്നവരോട് എനിക്ക് സ്നേഹമാണ്. ഞാൻ ആദ്യം പറഞ്ഞു, അവർ ചെയ്യുന്ന പ്രവൃത്തികളോട് എനിക്ക് സ്നേഹമാണ്. പക്ഷേ അങ്ങനെ ശുശ്രൂഷിക്കുന്നവർ പോലും മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിലുള്ള ദൈവിക അധികാരത്തെ പ്രാപിക്കണം. ആ അധികാരത്തിൽ നിന്ന് വേണം ശുശ്രൂഷിക്കുവാൻ. ആ അധികാരത്തോടെ, ദൈവിക അധികാരത്തോടെ, ശക്തിയോടെ, ആത്മബലത്തോടെ നീ ശുശ്രൂഷിച്ചാൽ നിന്റെ ശുശ്രൂഷ തടയാൻ ഒരു ശക്തി എഴുന്നേൽക്കത്തില്ല. ദേശത്ത് ഊടാടുന്ന അന്വേഷയ്ക്ക് അലറി ഓടും. നിന്നെ എതിർക്കാൻ വരുന്നവർ ഭയം തട്ടും. ഹല്ലേലൂയ. ആ ഒരു തലത്തിലേക്ക് എന്നെ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നവർ ആത്മശക്തികൾ നിറയുവാൻ കൊതിച്ചാട്ട് നിങ്ങളുടെ സ്ഥിതി മാറുക തന്നെ ചെയ്യും. ദേശത്തിന്റെ അവസ്ഥയെ മാറ്റുവാൻ എന്റെ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ഒരു വാളിനും വടിക്കും സംഘബലങ്ങൾക്കും നിന്നെ തകർക്കുവാൻ കഴിയത്തില്ലെന്നേ. കാരണം ഒറ്റ വാക്കുകൊണ്ട് സകലത്തെ മുണ്ടാത്ത ദൈവം നിങ്ങളുടെ അകത്തിരിക്കുന്നു. ഹല്ലേലൂയ. ആ ബോധ്യം നിങ്ങളുടെ അകത്ത് ലഭിച്ച പിന്നെ നിങ്ങൾ ആളത്വമാണ്. ഇവിടെ മരിച്ചിട്ട് നീ എവിടെ പോകണമെന്ന് തീരുമാനിക്കുന്നതിനുമായിട്ടാണ് നിങ്ങൾക്ക് ബന്ധമുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? നിനക്ക് ജീവൻ നൽകി നിന്നെ ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിനെ ഇക്കാളും വലുതല്ല നിന്നെ പ്രാണനെടുക്കുമെന്ന് ആക്രോശിക്കുന്ന സംവിധാനം. എന്റെ ദൈവം അറിയാതെ എനിക്കൊന്നും ഭവിക്കുകയില്ല. രാമീൻ പറഞ്ഞാട്ട് നിന്നെക്കുറിച്ച് ദൈവം ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്ന പദ്ധതികൾ പൂർത്തീകരിക്കാതെ നിന്റെ രോമം പൊഴിഞ്ഞ് താഴെ വീഴത്തില്ലെന്നുള്ള ബോധ്യം നിങ്ങളകത്ത് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ബലത്തിൽ ദിനം പ്രതി നിറയേണ്ടതാണ്. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എത്രാമത്തെ വാക്യം വരെയും വായിച്ചു? വാക്യം വായിച്ചു. ആ ഭൂതം ബാധിച്ചോ പറയാ, നീ ആരാന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് പറഞ്ഞു. യേശു അവനെ ശാസിച്ചു, മിണ്ടരുത്, ഇവരെ വിട്ട് പോവുക എന്ന് പറഞ്ഞു. അപ്പൊ ഭൂതത്തോടെ എങ്ങനെയാ റിയാക്ട് ചെയ്യേണ്ടത്? അതിനെ ശാസിച്ച് അതിനെ പുറത്താക്കണം. അല്ല, അതിനെ കാണുമ്പോൾ കൈയും കൂപ്പി അയ്യോ എന്നെ ചെയ്യാൻ പറഞ്ഞ് ജീവനം കൊണ്ട് ഓടുന്നത് ആത്മബലമുള്ളവന്റെ ലക്ഷണമല്ല. ശാസിക്കുന്നിടത്ത് ശാസിക്കണം. ചില കെട്ടുകൾ പൊട്ടട്ടെ നീ പറഞ്ഞാൽ പൊട്ടും, ചിലത് അടയട്ടെ നീ പറഞ്ഞാൽ അടയും. അടയ്ക്കുവാനും തുറക്കുവാനുള്ള അധികാരം നിന്റെ നാവിൽ എന്റെ ദൈവം നൽകിയിരിക്കും. ഈ അശുദ്ധാത്മാവിനെ ശാസിച്ചപ്പോൾ എന്ത് സംഭവിച്ചു കേട്ടോ? അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ചു. ചില പറയത്തില്ലേ, ചില തല കൈവെക്കാൻ നോക്കിയിരിക്കുക, ചില താഴെ കിടന്ന്. ഇതൊക്കെ ബൈബിൾ അറിയാത്തവൻ പലതും പറയും. എന്റെ ഭാഷ ബൈബിൾ അറിയാത്തവരൊന്നും പോലെ ഇന്ന സഭയിൽ ഇന്ന ആൾക്കാർ അവർ പ്രത്യക്ഷത്തിൽ ഏതെങ്കിലും ഒരു ഡിനോമിനേഷന്റെ ഭാഗമായിരിക്കും, പക്ഷെ അവർക്ക് ആരോട് ബന്ധമില്ല.
ഈ ബൈബിളുമായിട്ടോ ദൈവമായിട്ടോ ബന്ധമുള്ളവരല്ല. കാരണം വചനം പഠിച്ചവർക്കറിയാം അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോകുമ്പോൾ നടക്കുന്ന ചില പ്രവർത്തികളുണ്ട്. യേശു എവിടെയുണ്ടോ അവിടെ വിടുതലുണ്ട്. യേശു എവിടെയുണ്ടോ അവിടെ ബന്ധനങ്ങൾ അഴിയും. അതറിയാൻ വയ്യാത്തവരെ മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം ഈ നാളിൽ ചിലരെ എഴുന്നേൽപ്പിക്കും. ഓക്കെ, വായിച്ചാട്ടെ. അപ്പൊ അവിടെ ഭൂതം ബാധിച്ചു എന്ത് ചെയ്തു? നിലത്ത് കിടന്ന് ഇഴച്ചു. ഉറക്ക നിലവിളിച്ച് അവനെ വിട്ടുപോയി ഭൂതം. ഓക്കെ ഓക്കെ 2 തിമോത്തി 2:14-15 വേഗം വായിക്കണം. കേൾക്കുന്നവനെ മറിച്ചു കളയുവാൻ ഒന്നിനു കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയായി അവരെ ഓർമ്മപ്പെടുത്തും. ഹല്ലേലൂയ. ഈ 2 തിമോത്തിയോസിന്റെ അകത്ത് 2-ാം അധ്യായം 14-15 ഇപ്പൊ നമ്മൾ വായിക്കുന്നത് അല്ലെ. എങ്ങനെ തുടങ്ങിയത്? കേൾക്കുന്നവരെ മറിച്ചു കളയുവാൻ അല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം, തർക്കം അല്ലെ. ചില ഭയങ്കര ചർച്ചകളും അല്ലെ, ചില വിഷയങ്ങളെ ദുരുപദേശത്തിനെതിരെ പണവാണ് ഉടനെ അത് കണ്ടുകൊണ്ട് അത് കുറച്ച് കമന്റ് ഇടാൻ നമ്മുടെ ആൾക്കാരൊന്നും പോകാൻ. ഒരു സഭയോ ഒരു കൂട്ടത്തെയോ ഒരു ആത്മീയ ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ദൈവനാമത്തിൽ നിൽക്കുന്ന അല്ലെ ആരെയും തന്നെ നിങ്ങൾ വിമർശിക്കാൻ പോകരുത്. ഹല്ലേലൂയ. ഈ കാര്യങ്ങളൊക്കെ ദൈവം നോക്കിക്കോളും. നമ്മളെ ആക്കി വെച്ചിട്ടില്ല കേട്ടോ. കാരണം വചന അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യരുത്? ഇങ്ങനെയുള്ള തർക്കങ്ങളും വാദങ്ങളും വിമർശനങ്ങളിലും നിങ്ങൾ പോകരുതെന്ന വചനം പറയുന്നത്. ഹല്ലേലൂയ. പല വിഷയങ്ങളെ ചൊല്ലി വാദങ്ങളും തർക്കങ്ങളും ഉണ്ടായി പൗലോസ് തന്നെ പറഞ്ഞിരിക്കുക, എന്താ ചെയ്യരുത്? നിങ്ങൾ തർക്കങ്ങളിൽ, മൗഢ്യ തർക്കങ്ങളിൽ നിങ്ങൾ അകപ്പെടരുത്. പൗലോസ് ഇന്ന കൂട്ടവുമായിട്ട് തർക്കം ഉണ്ടെന്ന് പറയുന്ന ചില വിഷയങ്ങൾ എടുത്ത് തർക്കിക്കാം എന്ന് വാദിക്കുന്നിടത്ത് അങ്ങനെ വാക്യങ്ങൾ എടുത്ത് പറയുന്നവർക്കും തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ വിഷയമാണ്. തിമോത്തിയോസിനോട് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, എന്താ പറയുന്നത്? വ്യർത്ഥമായ മൗഢ്യ തർക്കങ്ങൾ, ഒന്നിനും ഗുണമില്ലാത്ത, വെറുതെ കുറെ സമയം കളയാവുന്ന, നിങ്ങളുടെ ശരീരത്തിൽ ആത്മീയമായ ഒരു സ്പിരിച്വാലിറ്റി, ഒരു ആത്മീയ തലം വളർത്താത്ത, മനസ്സിന് ഭാരമുണ്ടാക്കുന്ന തർക്കങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. അപ്പൊ നിങ്ങൾ പോകേണ്ടത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എവിടെയായിരിക്കണം? യേശു കർത്താവ് ചെയ്ത ശുശ്രൂഷകൾ, അപ്പോസ്തലന്മാർ പറഞ്ഞ ഉപദേശങ്ങൾ, അതിനപ്പുറത്തുള്ള വിഷയങ്ങളിലേക്ക് നിങ്ങൾ കടക്കരുത്. ഹല്ലേലൂയ. ഇതിനടുത്താണ് ഇന്ന സഭയിലെ ഇന്ന കാര്യം ചെയ്യുന്നുണ്ടായിരിക്കാം, നമുക്കതറിയേണ്ട കാര്യമില്ല. അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഒരു ഫേസ്ബുക്കിൽ ഒരു വാർത്ത ഇട്ടത് കൊണ്ട് ഉടനെ അതിന്റെ അറ്റത്ത് കടന്ന് നമ്മൾ എന്ത് ചെയ്യരുത്? ഒരുപാട് ആത്മീയെന്ന പേരുള്ള പലരും ദൈവനിഷേധികളാണ്. യഥാർത്ഥ ദൈവനിഷേധികൾ എന്ന് പറയുന്നവർ പല കാര്യങ്ങളും പറയാൻ പഠിക്കും. കാരണം അവർ യാഥാർത്ഥ്യങ്ങളെ അറിഞ്ഞിട്ട് മാത്രം എന്ത് ചെയ്യത്തുള്ളൂ? ഒന്നിനോട് റിയാക്ട് ചെയ്യത്തുള്ളൂ. മറ്റേ ആത്മീയ വേഷം കൊണ്ട് നടക്കുന്നവൻ എന്ത് ചെയ്യും? അവൻ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവമയോ ഇല്ല, അവൻ പുറമെ ദൈവഭക്തൻ നടിക്കുന്നതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? എല്ലാത്തിനും പോയി തലവെക്കും. എന്നാൽ അങ്ങനെ ഉണ്ടാകരുത്. ഒന്നിനെ വിമർശിക്കുന്നവരായി നിങ്ങൾ മാറരുത്. നിങ്ങൾക്കൊറ്റ ശ്രദ്ധ യേശുക്രിസ്തു മാത്രം. വ്യർത്ഥമായ തർക്കങ്ങളിലും പ്രയോജനമില്ലാത്ത മൗഢ്യ തർക്കങ്ങളിലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒന്നിനു കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. എത്രാമത്തെ വാക്യം? 15 വായിക്കാം. യഥാർത്ഥമായ സത്യവചനം നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്തവരെ, ദൈവത്തിന് കൊള്ളാവുന്നവരെ നിലനിൽപ്പാൻ ശ്രമിക്കാം. നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളെയോ സംഘടനയോ ഏതെങ്കിലും ദൈവദാസന്മാരുടെയോ മുന്നിൽ യോഗ്യനെന്ന് പറയുവാൻ ഇതിന്റെ ഭാഗമായി അവിടെ ഇവിടെ നിന്ന് ആവശ്യമില്ലാത്ത കമന്റുകളും ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങളും പറയാൻ നിൽക്കരുതേ. ദൈവം കൊടുക്കാതെ ആർക്കും ഒരു ശ്രേഷ്ഠ അധികാരങ്ങൾ ലഭിക്കുകയില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ ഓരോ അധികാര സ്ഥാനത്തിരിക്കുന്ന അത് ഏത് തന്നെയായാലും എന്ത് തന്നെയായാലും അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനാണ് നമ്മുടെ പദ്ധതി. ഹല്ലേലൂയ. അത് ആത്മീയമായിക്കോട്ടെ, ഭൗതികമായിക്കോട്ടെ, ഏത് മണ്ഡലമായിക്കോട്ടെ, നിങ്ങൾ അതിനെന്ത് ചെയ്യാൻ നിൽക്കരുത്. അതിന് നേരെ വിരൽ ചൂണ്ടുന്നവർ ചൂണ്ടിക്കോട്ടെ. അതിന്റെ ഭാഗമായി ഒരു പ്രയോജനവുമില്ലാത്ത ആത്മീയ വളർച്ചയ്ക്ക് ഉതകാത്ത ഒരു കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇടപെടരുത്. നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണ്? സത്യവചനം മറ്റുള്ളവരോട് പ്രാഗൽഭ്യത്തോട് പറയുക. 15ാമത്തെ വാക്യം പൂർണ്ണമായി.
ഓക്കെ, റോമൻസ് 5-ാം അധ്യായം 17-18 വാക്കുകൾ നമുക്കൊന്ന് വായിക്കാം. റോമൻസ് 5:17-18 വായിച്ചാൽ. ഏകന്റെ ലംഘനത്താൽ മരണം ഏക നിമിത്തം. ഉപദേശം കുറേമാർ ഇറങ്ങിയിട്ടുണ്ട്. ഭൂതങ്ങളെ ശാസിക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു, രോഗികളെ സൗഖ്യമാകുന്നു. ന്യായപ്രമാണവും വേണ്ട, ചട്ടവും വേണ്ട, അല്ലേ? യഹൂദന്റെ കഥകളും കേൾക്കണ്ട, ഇങ്ങനെ പറയുന്ന കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം. ഞാൻ ശ്രദ്ധ വെക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്നെ പോലെയുള്ളവർ ശ്രദ്ധ വെക്കുന്നത്, വചനം മനസ്സിലാക്കിയവർ ശ്രദ്ധ വെക്കുന്നത് റോമൻസ് 5:17-18. അത് മനസ്സിലാക്കുമ്പോൾ മർക്കോസ് 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ചെയ്തതുപോലുള്ള ശുശ്രൂഷ എന്നിലൂടെ നിങ്ങളിലൂടെ നടക്കും. മനസ്സിലാകുന്നുണ്ടോ? നീ ഒരിടത്ത് കാലുകുത്തിയാൽ അവിടുത്തെ ഭൂതങ്ങൾ ഇളവും. അന്യായശക്തിയാൽ നിറയപ്പെട്ടവരെ അതിനെ ശാസിച്ച് അവർക്ക് വിടുതൽ കൊടുക്കുവാൻ ദൈവീയ അധികാരം നിങ്ങളിൽ വെളിപ്പെടും. പക്ഷെ ഒരു കാര്യത്തെ നിങ്ങൾ കേന്ദ്രീകരിക്കണം. റോമൻസ് 5:17-18 വായിച്ചാട്ടെ. ഏകന്റെ ലംഘനത്താൽ മരണം, ആദാം മുഖാന്തരം മരണം ഈ ഭൂമിയിൽ വന്ന് വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആരില്ല ശ്രദ്ധ വെക്കുന്നത്? വീണവനെ അല്ല, ജയിച്ചവനെ, ജയാളിയായവനെ, മരണത്തെ ജയിച്ചവനെ, പാതാള ഗോപുരങ്ങളെ തകർത്തവനെ, എന്റെയും നിങ്ങളെ പാപങ്ങളെ ഏറ്റെടുത്തവനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അവനിൽ തന്നെ ശ്രദ്ധ വെച്ചാൽ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നിങ്ങളിലൂടെ ലോകം കാണുക തന്നെ ചെയ്യും. സ്തോത്രം. 18 വായിച്ചു. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകന്റെ നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ജീവന്റെ ബേസ് നീതീകരണമാണ്. ആ നീതീകരണമാകുന്നത് ആരിലൂടെ? യേശുക്രിസ്തുവിലൂടെ. ഞാനായിരിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ നുഖത്തിന്റെ കീഴിലല്ല, കൃപയുടെ ഉടമസ്ഥന്റെ കൂടെയാണ് ഞാൻ. കൃപ 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 ആ വാക്ക് പറയുമ്പോൾ തന്നെ പവർ ജനറേറ്റ് ചെയ്യും. മതം നോക്കാതെ, വർഗം നോക്കാതെ, ജാതി നോക്കാതെ, ആണെന്നോ പെണ്ണെന്നോ നോക്കാതെ, യഹൂദ പാരമ്പര്യങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളും നോക്കാതെ സകല മനുഷ്യർക്കും വിടുതൽ കൊടുത്ത, സർവരെയും സ്നേഹിച്ച, സർവരെയും ചേർത്തു പിടിച്ച യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അത്രേ എന്റെ സുവിശേഷം. ആ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ലജ്ജയില്ലാതെ ശുശ്രൂഷിക്കുവാൻ, പ്രവർത്തിക്കുവാൻ ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരം നിങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം കൊണ്ട് സകലം നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഒരിക്കൽ കൂടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, കർത്താവേ, ഈ വചനം കേട്ട എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. യേശു കർത്താവിനെ കുറിച്ച്, അങ്ങ് നൽകിയ വിടുതലിനെ കുറിച്ച്, അത്ഭുതങ്ങളെ കുറിച്ച്, അടയാളങ്ങളെ കുറിച്ച് മറ്റുള്ളവർ പറയുവാൻ തക്കവണ്ണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സകലരും ഭാഗമാകട്ടെ. ക്രിസ്തു മുഖാന്തരം വിടുതൽ വ്യക്തിപരമായ ഓരോ വ്യക്തികളുടെയും ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെടട്ടെ. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കണം. നാളുകളായി കെട്ടിവെച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറണം. കർത്താവിന്റെ കൃപ വെളിപ്പെടുന്നതിനെ ഓർത്ത് സ്തോത്രം. തമ്പുരാന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലാസ്റ്റ് മിനിസ്റ്റർ ദ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, എൻ്റെ യേശു കർത്താവ് ഭൂതങ്ങളെ ശാസിച്ചു, വ്യക്തികളിൽ നിന്നും ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, ബന്ധനങ്ങളെ അഴിച്ചു, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ ശാപങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നമ്മളെ വിടുതൽ നൽകി അവന്റെ രാജ്യത്തിൽ അവൻ നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. ലോകത്തിൽ ജ്യോതിസുകളായി നിങ്ങൾ മാറേണ്ടത്. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ കൃപ കൂടി ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.